ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് പാണയം റിസർവ് ഫോറസ്റ്റിലോട്ടാണ്. സമയം ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ വിതിരയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ വഴി നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമുക്കിനി അങ്ങോട്ട് പോവാം. ഗൈസ്, രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ വിതിരയിൽ നിന്നാണ് പറഞ്ഞത്. നമ്മളെ റൂട്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നന്ദിയോട് അവിടെ നിന്ന് ചെല്ലഞ്ചി പാലമില്ല, ആ പാലം പോണ റൂട്ടാണ്. അവിടെ നമ്മൾ കട്ട് ചെയ്ത് അകത്തോട്ട് കയറും. അങ്ങനെ നമ്മൾ പോകാൻ നോക്കണത്. മാപ്പിൽ ഞാൻ നോക്കിയപ്പോഴങ്ങനെയാണ് കാണിച്ചത്, എളുപ്പവഴി. ഇവിടെ നിന്ന് എൻ്റെ അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 27 കിലോമീറ്റർ അവിടെ നിന്ന് കാണും. ഗൈസ്, നല്ല രീതിയിൽ തണുപ്പുള്ളതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഈ വഴിയാണ് പോകേണ്ടത്. നമ്മൾ നന്ദിയോട് നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് റൈറ്റ് കയറി ഈ ചെല്ലഞ്ചി പോണ റൂട്ട് ഈ വഴി കയറണം. ഗൈസ്, നമുക്കങ്ങനെ ചായ കുടിച്ച് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് പോവുകയാണ്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് റോഡ് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് റോഡ് കട്ട് ചെയ്ത് കയറും. കുറച്ച് മോശം റോഡാണ്, അത് കഴിഞ്ഞിട്ട് നല്ല റോഡാണ്. നമ്മൾ വന്നുകൊണ്ടിരുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടുണ്ട്. മാപ്പ് ഇട്ടാണ് പറഞ്ഞത്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ 2 സൈഡിലും ചെറിയ അക്വേഷ്യ മരങ്ങളുണ്ട്, കുറച്ചുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി ഒരു 4 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഗൈസ്, അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പാണയം റിസർവ് ഫോറസ്റ്റ്. മൊത്തം അക്വേഷ്യ മരങ്ങളാണ്. നമ്മൾ വന്ന സമയം നല്ല കറക്റ്റ് സമയമാണ്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. മരത്തിൻ്റെ അകത്തൂടെയൊക്കെ നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. കറക്റ്റ് സമയമാണ്. നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല മഞ്ഞും ആ ഒരു ഇതായിരിക്കും കേട്ടോ, ആ ഒരു ആംബിയൻസ് ആയിരിക്കും. ഇപ്പം മഞ്ഞൊന്നും ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. സൂര്യ ഉദിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെതായുള്ളൊരു ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ പാണയ ജംഗ്ഷൻ. ഇതാണ്. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് വണ്ടി ഓടിക്കാം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്കിതിൻ്റെ അകത്തൂടെ ചുമ്മാ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ എടുക്കാം. നല്ല വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. അധികം തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഇവിടെ അങ്ങനെ അധികം ആരും ടൂറിസ്റ്റുകൾ വരാറില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അധികം ആർക്കും അറിഞ്ഞൂടാ, അതാണ് ഒന്നാമത്തേത്. പക്ഷെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. കൂട്ടുകാരായിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കാനും ബൈക്കൊക്കെ ഓടിക്കാനും നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഗൈസ്, ചില സൈഡിലെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആ കൊടൈക്കനാൽ പൈൻ മരമില്ല, അതേപോലെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ തിരുവനന്തപുരത്ത് പാണയത്താണ്. ഒരു 27 കിലോമീറ്റർ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വ്യൂ കാണാം. നമുക്ക് ഈ ഡ്രോണിലെ വിഷ്വൽസ് എടുക്കാം ബ്രോ. നമുക്ക് ഈ ഡ്രോണിലെ വിഷ്വൽസൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം ഇതിനകത്തൂടെയൊക്കെ വണ്ടി ഓടിച്ച് കുറേ വീഡിയോസ് എടുത്ത്, ഡ്രോണിൽ കുറേ വീഡിയോസ് എടുത്ത്, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നമുക്ക് ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഓരോരോ ഭംഗിയാണ് കേട്ടോ. അതിൽ നല്ല മഴയുള്ള സമയത്തൊക്കെ വന്നാൽ നമ്മൾ നല്ല ക്ലൈമറ്റും നല്ല മഞ്ഞും കോടയായിട്ടൊക്കെ അങ്ങനത്തെ ഒരു വൈബായിരിക്കും. ഇപ്പം ഈ സൂര്യൻ്റെ വെട്ടം അങ്ങനത്തെ ഒരു വൈബാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ക്ലൈമറ്റ് മാറുന്നതോറും ഓരോരോ ഭംഗിയാണ് വരുന്നത്. ഗൈസ്, വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
ഓക്കെ, നമ്മളെ ഈ ഡ്രോണിലെ വീഡിയോസും എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.